ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 11 അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അപ്പോൾ മോശെ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വെച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല. അത് എനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ എന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവനും തന്നെ. അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് എന്തിനു പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പായി കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് മോശയ്ക്കുമെതിരായി പിറുപിറുത്തു. അത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. മോശയ്ക്ക് അനിഷ്ടമായി. പക്ഷേ മോശയുടെ അനിഷ്ടം ഒരു പ്രത്യേക രീതിയിലാണ് പുറത്തു വന്നത്. മോശ തൻ്റെ അനിഷ്ടം ദൈവത്തോടാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവത്തോട് അനിഷ്ടം പ്രകടിപ്പിക്കുകയോ? അത് ശരിയാണോ? സത്യം പറഞ്ഞാൽ നമ്മുടെ അനിഷ്ടം നാം ദൈവത്തോടാണ് പ്രകടിപ്പിക്കേണ്ടത്, മനുഷ്യനോടല്ല. നമുക്ക് എന്ത് തോന്നുന്നു എന്ന കാര്യം സത്യസന്ധമായി നമുക്ക് ദൈവത്തോട് പറയാം. അതാണ് മോശ ചെയ്തത്. ഈ ജനത്തിൻ്റെ നന്ദിയില്ലാത്ത സംസാരവും അവരുടെ പിറുപിറുപ്പും കേട്ടപ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, നീ അടിയനെ വലച്ചതെന്ത്? നീ ഈ ജനത്തിൻ്റെ പിതാക്കന്മാരോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം അവർക്ക് കൊടുക്കും. അവരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരെ കൊണ്ടുപോകും. നീ കൊണ്ടുപോക്കൂ. പക്ഷേ ഇത് നിൻ്റെ ജനമാണ്. ഞാൻ ഈ ജനത്തെ ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഇവർ എൻ്റെ ജനമല്ല, ഇവർ നിൻ്റെ ജനമാണ്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിലുള്ള എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ് എന്ന നിലയിൽ ദൈവമേ അവിടുന്ന് പെരുമാറരുത്. ഇതാണ് മോശ പറയുന്നത്. മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ ധാത്രി എടുക്കുന്ന പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാർക്ക് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തു കൊണ്ടുപോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? 12-ാം വാക്യത്തിൽ മോശ ചോദിക്കുകയാണ്. ഇവിടെ മോശയ്ക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, ഈ ജനം എൻ്റെ അല്ല. ദൈവം എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ജനത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ജനം മോശയോട് പിറുപിറുത്തപ്പോഴാണ് മോശ ഈ നിലയിലൊക്കെ ചിന്തിക്കാനിടയായത്. നമ്മൾ ഈ കാര്യം ഇപ്പോഴും ഓർത്തിരിക്കണം. കാരണം നേതൃസ്ഥാനത്തുള്ള ദൈവദാസന്മാരോട് ആളുകൾ മോശമായി പെരുമാറുകയും അവരോട് പരാതി പറയുകയും അവരെക്കുറിച്ച് പരാതി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ വാസ്തവത്തിൽ ദൈവത്തോടാണ് പരാതി പറയുന്നത്. ആ ദൈവദാസന്മാർ അവരുടെ പരാതിയും പരിഭവവും ദൈവത്തോടാണ് പറയുന്നത്. അതങ്ങനെ വേണം താനും. കാരണം ദൈവമാണ് അവരെ വിളിച്ച് ഈ ജനത്തിൻ്റെ മേൽ ആക്കി വെച്ചത്. അതുകൊണ്ട് ഈ ജനം മുഖാന്തരം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ തന്നെ കൊണ്ടുചെല്ലണം. ദൈവം അതിനൊരു പരിഹാരം
നൽകും. മോശ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ജനത്തിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ച് അല്ല അവർ ചോദിച്ചത്. അവർ കഴിക്കാൻ ഇറച്ചി തരിക എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് അവർ കരഞ്ഞത്. ഇങ്ങനെ പരാതി പറയുന്ന ജനത്തെ വഹിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, അത് അമിത ഭാരമാണെന്നും മോശ പറഞ്ഞു. ഇനി അത് പറ്റുകയില്ലെങ്കിൽ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേരും, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല, എൻ്റെ അരിഷ്ടത ഞാൻ കാണാനിടയാകരുത് എന്നൊക്കെയാണ് മോശ പറഞ്ഞത്. അപ്പോൾ ജനം ചോദിച്ച ഇറച്ചി അല്ല ദൈവം കൊടുത്തത്. പകരം മോശയ്ക്ക് ആശ്വാസത്തിനായ ഒരു വഴിയാണ് ദൈവം നൽകിയത്. അതിങ്ങനെയാണ്. മോശയോട് ദൈവം കൽപ്പിച്ചു, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണിമാരും മേൽവിചാരകന്മാരുമായി നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവരെ തിരഞ്ഞെടുത്തതാരാണ്? മോശയാണ്. നിനക്കറിയുന്ന 70 പ്രമാണിമാരെ കൂട്ടിക്കൊണ്ടുവരിക. ആ ഉത്തരവാദിത്വം മോശയ്ക്ക് തന്നെ കൊടുത്തു. നീ തന്നെ 70 പേരെ കൊണ്ടുവരിക. നിൻ്റെ മേലുള്ള ആത്മാവിനെ ഞാൻ കുറേ എടുത്ത് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ അഡ്മിനിസ്ട്രേഷനിൽ, ഭരണകാര്യങ്ങളിൽ നിന്നെ സഹായിക്കും. ഈ 20 ലക്ഷം പേരുടെയും എല്ലാ പരാതിയും നീ കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നെ സഹായിക്കാൻ വേണ്ടി ഈ 70 പേരെ ഞാൻ ആക്കുന്നു എന്ന് പറഞ്ഞ് ഈ 70 പേരെ കൊണ്ടുവന്നു. ഇനി ഇവരെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് എങ്ങനെ അറിയും? അതാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവർ പിന്നീട് പ്രവചിച്ചതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ദൈവം ഈ 70 പേരെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഞാൻ അവരെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ എൻ്റെ ആത്മാവിനെ നൽകുമെന്ന് പറഞ്ഞതിന് ശേഷം മോശയോട് പറയുന്നു, നീ ജനത്തോട് പറയേണ്ടത് നാളെ അവരോട് റെഡിയായിക്കൊള്ളാൻ പറയുക, ശുദ്ധീകരിക്കുവാൻ പറയുക. നാളെ നിങ്ങൾ ഇറച്ചി തിന്നും. അവർ പറഞ്ഞല്ലോ, മിസ്രൈമിലാണ് ഇറച്ചി, പിന്നെ ഞങ്ങൾ ഇറച്ചി തിന്നിട്ടില്ലെന്ന്. ദൈവം നിങ്ങൾക്ക് ഇറച്ചി തരാൻ പോവുകയാണെന്ന് അവരോട് പറയാൻ മോശയോട് പറയുക. അത് ജനത്തോട് പറയുക. അത് മോശയോടാണ് പറഞ്ഞത്. മോശ അത് ജനത്തോട് പറയുന്നു. പക്ഷേ ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇത് ഒരു ദിവസമോ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ 20 ദിവസമോ അല്ല, ഒരു മാസം മുഴുവൻ ഞാൻ ഇവർക്ക് ഇറച്ചി കൊടുക്കും. നമുക്കറിയാം, സാധാരണ ആളുകളുടെ ഡയറ്റിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യമാണ് നോൺ വെജ് ഉള്ളത്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ നോൺ വെജിറ്റേറിയൻ കിട്ടുകയുള്ളൂ. എന്നാൽ ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ 1 മാസം അവർക്ക് ഇറച്ചി കൊടുക്കും. ഇത് മോശയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അത് തൻ്റെ പ്രതികരണത്തിൽ നമുക്ക് കാണാം. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച കൂടുതലായിട്ട് ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.